ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടി കുത്തിയിരിപ്പ് നടത്തി. ചാലക്കുടി മാർക്കറ്റിലെയും പരിസരത്തെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുമായി ചാലക്കുടി നഗരസഭ. തെരുവുനായകളുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടരുമെന്ന് ചെയർമാൻ. ചികിത്സയിലായിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വീട്ടുകാർ. മാള പോലീസ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരിപ്പ് നടത്തി. ടോൾ ബൂത്തുകളിൽ വച്ചിരുന്ന വീപ്പകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കളക്ടർ ഈ ടോൾ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടിട്ട് പോലും ഈ ടോൾ അധികൃതരുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് ചർച്ച നടത്തി. അപ്പോൾ ഇവിടുത്തെ ചാർജുള്ള ജീവനക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കിക്കോളും, കളക്ടറുടെ ഉത്തരവ് ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കുമെന്നുള്ള അങ്ങേയറ്റ ധാർഷ്ട്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസിന് ഞങ്ങളോട് സംസാരിച്ചതും ഇവിടുത്തെ ആളുകളോടും സംസാരിക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇത് ജനാധിപത്യ വ്യവസ്ഥയോടെ കടന്നു പോകുന്ന നാടല്ലേ? ഈ നാട്ടിൽ ജനാധിപത്യത്തിന് ഈ കളക്ടർ കൊടുത്ത ഉത്തരവിന് ഒരു ടോൾ പ്ലാസയ്ക്ക് ഇത്രയധികം ധിക്കാരമാണെങ്കിൽ ഈ സാധാരണക്കാരന് ഒരു പെട്ടിക്കട പോലും പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഒഴിപ്പിക്കുന്ന ഏതൊരു ആളുടെയും ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഉത്തരവ് ഇറങ്ങി കഴിഞ്ഞാൽ അത് ഒഴിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് നിർത്തിവെക്കുവാൻ ഓർഡർ കൊടുക്കുന്ന, അതിന് മുൻകൈ എടുക്കുന്ന പോലീസ് ഇവിടെ ടോൾ പ്ലാസ അധികൃതരുമായി ഒത്തുകളിച്ചുകൊണ്ട് അവർക്ക് ടോൾ പിരിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. മീഡിയ ടൈം, പുതുക്കാട്. ചാലക്കുടി മാർക്കറ്റിലെയും പരിസരത്തെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുമായി ചാലക്കുടി നഗരസഭ. നഗരസഭ ചുമതലപ്പെടുത്തിയ ഡോഗ് സ്ക്വാഡ് 30ഓളം തെരുവുനായകളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. തെരുവുനായകളുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടരുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പരിസരത്ത് ആളുകളെ ആക്രമിച്ച തെരുവുനായ ചത്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ഇതിന് പേവിഷബാധയുണ്ടെന്ന് വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ അടിയന്തര നടപടി. മാർക്കറ്റ് പരിസരത്ത് സ്ഥിരമായി കണ്ടിരുന്ന ഒരു നായയാണ് ആളുകളെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. നഗരസഭാ ജീവനക്കാർ ഇതിനായി മാർക്കറ്റിലും പരിസരത്തും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്നാണ് നായയെ അടുത്ത ദിവസം ചത്ത നിലയിൽ കണ്ടത്. ഈ പരിസരങ്ങളിലെ നായകളെ പിടികൂടുകയും ചെയ്തു. തെരുവുനായകളുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പാലിയേക്കര ടോൾ പിരിവ് നിർത്തിച്ചു. ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി പാലിക്കുന്നുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണം. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷം ഉത്തരവ് പുനഃപരിശോധിക്കുമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു.
അടിപ്പാത നിർമ്മാണ മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പോലീസിന്റെ സഹായത്തോടെ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് കളക്ടർ ഉത്തരവിട്ടു. ഉത്തരവ് നാഷണൽ ഹൈവേ അതോറിറ്റി പാലിക്കുന്നുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണം. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷം ഉത്തരവ് പുനർപരിശോധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. നാഷണൽ ഹൈവേ 544-ൽ ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും വ്യാപകമായ ഗതാഗതക്കുരുക്കാണെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി 2025 ഫെബ്രുവരി 25, ഏപ്രിൽ 4, 22 തീയതികളിൽ ജില്ലാ ഭരണകൂടം ചർച്ചകൾ നടത്തിയിരുന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് ഏപ്രിൽ 16 എടുത്ത തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റി സാവകാശം ആവശ്യപ്പെട്ടതിനാൽ പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 28-നകം ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഏപ്രിൽ 16-ലെ തീരുമാനം നടപ്പിലാക്കുമെന്ന് 22-ലെ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. ചാലക്കുടി ഡിവൈഎസ്പി, ചാലക്കുടി RTO, ചാലക്കുടി തഹസിൽദാർ എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണ മേഖലകളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചതായോ ഫ്ലാഗ്മാനെ നിയോഗിച്ചതായോ കാണപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. ഡീപ്പ് എക്സ്കവേഷൻ നടക്കുന്ന ഭാഗങ്ങളിൽ സർവീസ് റോഡിന്റെ വശങ്ങളിൽ മതിയായ സംരക്ഷണ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നും സർവീസ് റോഡിനരികിൽ നിലവിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം മാറ്റിയതായി കാണപ്പെടുന്നില്ല എന്നും പരിശോധനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലത്തിന് 500 മീറ്റർ മുൻപ് തന്നെ ട്രാഫിക് ഡൈവേർഷൻ ഉണ്ടെന്നുള്ള വിവിധ ഭാഷകളിലുള്ള ഫ്ലൂറസെന്റ് ബോർഡുകൾ, ഡൈവേർഷനുള്ള ഭാഗങ്ങളിൽ ഓവർടേക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ, ബ്ലിങ്കർ ലൈറ്റുകൾ, റിഫ്ലക്ടറുകൾ എന്നിവ എല്ലായിടത്തും സ്ഥാപിച്ചതായി കാണുന്നില്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അശാസ്ത്രീയമായും ആസൂത്രണമില്ലാതെയുമുള്ള നിർമ്മാണ പ്രവൃത്തികൾ മൂലം ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതായും പൊതുജനങ്ങൾക്ക് അസാധാരണമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. മീഡിയ ടൈം, തൃശൂർ. ചികിത്സയിലായിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് വീട്ടുകാർ. ലഹരികൾ ഉപയോഗിക്കാത്ത ആളാണ് രഞ്ജിത്ത് എന്ന് അമ്മയും പെങ്ങളും പറയുന്നു. മാള പോലീസ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയ തുടർ നടപടികൾ സ്വീകരിച്ചു. ഏപ്രിൽ 8-ാം തീയതിയാണ് കല്ലൂർ സ്വദേശിയായ അമ്പാടൻ വീട്ടിൽ രഞ്ജിത്തിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് അസുഖം കൂടിയതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി രഞ്ജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പരിശോധനയിൽ രഞ്ജിത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും ഡയാലിസിസ് നടത്തുകയും ചെയ്തിരുന്നു. ആശുപത്രിയിൽ വെച്ച് താൻ എറണാകുളത്തെ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നും ചായ കുടിച്ചെന്നും അതിനുശേഷമാണ് തനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയതെന്നും രഞ്ജിത്ത് അമ്മയോട് പറഞ്ഞിരുന്നു. ചായയിൽ എന്തോ നെയ്മയവും കണ്ടു, പിന്നെ ഒരു പൊടി കലർന്ന മാതിരി തോന്നി, സ്വാദ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കവള് കുടിച്ചു. പിന്നെ വയ്യാണ്ടിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ അതൊക്കെ കുടിച്ചു. അപ്പം അത് ഞാൻ ഗണേഷ് ഡോക്ടറോട് പറഞ്ഞു, എന്ത് ഡ്രിങ്ക് അവൻ കഴിക്കാറ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡ്രിങ്കും അവൻ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല, ആകെ ഈ വല്ല സ്പ്രിൻറ്റോ അങ്ങനത്തെയൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അപ്പം അവൻ പറഞ്ഞു, ഞാൻ ചായ കുടിച്ചപ്പോൾ അമ്മ ഇങ്ങനെ ഒരു സ്വാദ് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് എന്തിട്ടെന്ന് എനിക്കറിയില്ല. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നല്ലോ. ഞായറാഴ്ച കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പയ്യെ തലവേദന തുടങ്ങി. അങ്ങനെ തിങ്കളാഴ്ച ഓഫീസിൽ പോകാറായപ്പോഴേക്കും എനിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരു മരുന്ന് അത് മാത്രം കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അവരെന്നെ ചതിച്ചോന്നറിയില്ല. അതിനി ഞാൻ ട്രെയിനിൽ നിന്ന് വല്ല വെള്ളം കുടിച്ചതിൽ പറ്റിയതാണോ എന്നറിയില്ല. ഗണേഷ് ഡോക്ടർ പറഞ്ഞു അവൻ കുടിച്ച വെള്ളത്തിൽ നിന്ന് വന്നാന്നാ പറഞ്ഞത്. അത് വല്ല സ്പ്രിൻറ്റോ അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് ഈ ബ്രാൻഡിക്ക് പകരം ഒരു സാധനം കഴിക്കില്ല, ബീറോ അങ്ങനെയൊക്കെ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ അവൻ അതൊന്നും കഴിച്ചിട്ടില്ല, ആകെ ഈ ഒരു വെള്ളം മാത്രം അവൻ കഴിച്ചിട്ടുള്ളൂ. എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്നും ജോലി രാജിവെച്ച് സിവിൽ സപ്ലൈസിൽ ജോലിക്ക് പ്രവേശിക്കാനിരിക്കെയായിരുന്നു രഞ്ജിത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ലഹരികൾ ഉപയോഗിക്കാത്ത ആളാണ് രഞ്ജിത്ത് എന്ന് അമ്മയും പെങ്ങളും പറയുന്നു. കാരണം കഴിഞ്ഞ മാസം 24-ാം തീയതി അവന് അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഞങ്ങൾ ഇട്ടുണ്ടായി. അവൻ ഒത്തിരി നാൾ ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ അവനാക്കി ഇട്ടു, ജോലി കിട്ടിയതിൻ്റെ.
അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞതാ. അതിനുശേഷം പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ട്രീറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നും ഞങ്ങളോട് പറയാറുണ്ട്. ഇപ്പോൾ പേടി കൊണ്ടായിരിക്കും ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ ചെറിയ കുപ്പിയിൽ എന്തെങ്കിലും വെള്ളം വാങ്ങി കുടിക്കുള്ളൂ. അതിൽ കൂടുതലവനൊന്നും കഴിക്കുകയും ചെയ്യില്ല, കുടിക്കുകയും ഇല്ല. രഞ്ജിത്തിന്റെ മരണത്തിൽ വീട്ടുകാർ സംശയം അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിവരം അറിയിക്കുകയും തുടർന്ന് അദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. മാള പോലീസ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, മാള. സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് പദ്ധതി ലോകത്തിന് മാതൃകയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ കേരളം നൽകുന്നതിൻ്റെ പകുതി തുക പോലും ഒരു സംസ്ഥാനവും ഭവനം നിർമ്മിക്കുന്നതിന് നൽകുന്നില്ല. ഇപ്പോൾ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 75,000 രൂപയാണ് അവർ നൽകുന്ന ഒരു വീട് നിർമ്മിക്കാൻ. 75,000 രൂപ കൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ കഴിയും. അതിലാണ് നമ്മൾ സംസ്ഥാന വിഹിതം ഏറ്റവും കൂടുതൽ കൂട്ടിവെച്ച് രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനവും നൽകാത്ത രീതിയിൽ ഈ ഭവന പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ, അപ്പോൾ സാധാരണക്കാരൻ്റെ വീടെന്ന സ്വപ്നം അതിനെ യാഥാർത്ഥ്യമാക്കിയ 5,47,000 വരുന്ന കുടുംബങ്ങളുടെ സന്തോഷം നമ്മളൊന്ന് ആലോചിച്ച് പോകും. അതിലേക്കാണ്, ആ പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തുള്ള മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകാനും തൊഴിൽ ചെയ്ത് ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പങ്കാളിയാകുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. കൊടകര GNBHSS, GHSS വിദ്യാലയങ്ങളിലായി നടക്കുന്ന തൃതീയ സോപാൻ ടെസ്റ്റ് ക്യാമ്പിനോടനുബന്ധിച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ബോയ്സ് ഹൈസ്കൂളിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് TK ക്ലാസ് നയിച്ചു. ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ PG കൃഷ്ണനുണ്ണി, ഓർഗനൈസിംഗ് കമ്മീഷണർ KD ജയപ്രകാശ്, ചീഫ് എക്സാമിനർ മോഹനദാസൻ PK എന്നിവർ നേതൃത്വം നൽകി. ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ക്ലാസ്സിന് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആൻസി PA, ഗൈഡ് വിഭാഗം ജില്ലാ കമ്മീഷണർ ഫൗസിയ PA, ഓർഗനൈസിംഗ് കമ്മീഷണർ KK ജോയ്സി, ചീഫ് എക്സാമിനർമാരായ ലക്ഷ്മി ദേവി RM, V ശ്യാമളകുമാരി, ചന്ദ്രമതി A തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരുമായി 900ഓളം പേർ പങ്കെടുത്തു. കഴിമ്പ്രത്ത് കുതിരയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതായി പരാതി. ചാമക്കാല സ്വദേശി വെലിപ്പറമ്പിൽ അക്ബറിന്റെ കുതിരയ്ക്ക് നേരെയാണ് ഇന്നലെ വൈകിട്ട് കല്ലേറുണ്ടായത്. കുതിരയുടെ തലയ്ക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. കഴിമ്പ്രം ബീച്ചിൽ പ്രവർത്തിക്കുന്ന ഹോഴ്സ് വേൾഡ് റൈഡിംഗ് അക്കാദമിയിലെ കുതിരയാണ് ഇത്. 4 മാസം മുമ്പ് മറ്റൊരു കുതിരയെ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചതായും അക്ബർ വലപ്പാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരായി നാടുണർത്തൽ എന്ന പേരിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു. വനിതാവേദി അക്ഷര പെൺമയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലി മാള SI KR സുധാകരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അക്ഷര പെൺമ പ്രസിഡന്റ് സൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. അന്നമനട മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഗോപി, വായനശാല പ്രസിഡന്റ് VO വർഗീസ്, സെക്രട്ടറി CG ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. റാലിയിൽ വായനശാല ബാലവേദിയുടെയും സർഗാലയുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. മെയ് 4 നടക്കുന്ന ജനജാഗ്രത സദസ്സിന് മുന്നോടിയായാണ് റാലി സംഘടിപ്പിച്ചത്. തന്റെ വീടിന്റെ നേരെ എറിഞ്ഞത് വിഷുപ്പടക്കമാണെന്ന് EP ജയരാജന്റെ പരാമർശത്തിൽ പരിഹാസവുമായി ശോഭ സുരേന്ദ്രൻ. ബോംബ് നിർമ്മാണത്തിലും ഉപയോഗത്തിലും ജയരാജനെ പോലെ തനിക്ക് പരിചയമില്ലെന്നും അദ്ദേഹം അതിൽ വിദഗ്ധനാണെന്നും ശോഭ പരിഹസിച്ചു. സ്വന്തം ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണക്കാരനെ പോലും കള്ളന്മാരാക്കിയ ചരിത്രമാണ് EP യുടേതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു.
നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാസ് തദേവൂസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ഫാദർ സിൻഡോ നങ്ങിണി, ഫാദർ ലിബിൻ മച്ചിങ്ങൽ, ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രസിദ്ധന്തി വാഴ്ച, ലതിഞ്ഞ്, പാട്ടുകുർബാന, നൊവേന, പള്ളി ചുറ്റി പ്രദക്ഷിണം, രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ ഉണ്ടായി. തിരുനാൾ ദിനമായ ബുധനാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ടോണി മണക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ നടക്കും. കോൺഗ്രസ് നേതാവായ മുൻ മുനിസിപ്പൽ ചെയർമാനും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്ന് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള പൊതുഭൂമി കയ്യേറിയതിൽ പ്രതിഷേധിച്ച് CPM നോർത്ത് ചാലക്കുടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പൊതുഭൂമി കയ്യേറുകയും വ്യാപാര സ്ഥാപനങ്ങളുടെ പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു വിശദീകരണ യോഗം. പോട്ട സെൻട്രൽ നടന്ന യോഗം CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KB ഷബീർ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MN ശശിധരൻ, N കുഞ്ഞുമോൻ, KT ജോണി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ഇറിഗേഷൻ വക ഭൂമി തിരിച്ചു പിടിക്കും വരെ പ്രത്യക്ഷ സമരം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കോടശ്ശേരി പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾ ആരംഭിച്ചു. മെയ് 1 വരെ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ സമ്മേളനങ്ങൾ നടത്തും. കോർണർ മീറ്റിംഗുകൾ കുറ്റിച്ചിറയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജിത്തു മാധവൻ അധ്യക്ഷനായി. ലീല സേവ്യർ, സത്യൻ തണലിൽ, ജോജോ ഫെൻസർ, റീത്ത ടോമി, ഷീജ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ ഡൈസ്റ്റ് ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു. പ്രമുഖ കലാചിത്രകാരൻ ഡോക്ടർ ശിവജി K പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. T രതീഷ്, ബിബിൻ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മെയ് 18 വരെയാണ് പ്രദർശനം. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. ചാലക്കുടി മോതിരക്കണ്ണി മണ്ണുപുറം കുഴിക്കാടൻ വീട്ടിൽ ശിവൻ എന്നയാളെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 11 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത്. പിഴ ഒടുക്കിയാൽ അത് അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടി കുത്തിയിരിപ്പ് നടത്തി. ചാലക്കുടി മാർക്കറ്റിലെയും പരിസരത്തെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുമായി ചാലക്കുടി നഗരസഭ. തെരുവുനായകളുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടരുമെന്ന് ചെയർമാൻ. ചികിത്സയിലായിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വീട്ടുകാർ. മാള പോലീസ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.